എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. SLC പബ്ലിക് എക്സാം 2025 SLCയുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്നൊരു തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടത്. ഈ തീരുമാനം നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ എന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ SLC വിദ്യാർത്ഥികളാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ പ്രത്യേകമായി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് SLC റിസൾട്ട് വരുന്നത് സംബന്ധിച്ചും നിങ്ങൾക്ക് അടുത്ത വർഷത്തെ +1 അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുമുള്ള എല്ലാ വിവരങ്ങൾക്കും ഓരോ ഘട്ടങ്ങളിലൂടെയും വിദ്യാർത്ഥികളിലേക്ക് വീഡിയോകളായി എത്തിക്കും. +1 അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ മുൻവർഷ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ മുൻവർഷ വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഹെൽപ്പുകൾ ഈ ചാനലിലൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ഹെൽപ്പ് തന്നെ നിങ്ങൾക്കും ഉണ്ടാകും. അതിനായി നിങ്ങൾക്കത് കൃത്യമായിട്ട് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്തൊരു സഹായം എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആനുകൂല്യം കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്കോ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ വിദ്യാർത്ഥികൾക്കോ ഈ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഗുണമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കും. SLCയുടെ പബ്ലിക് എക്സാമിനെ കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനം പുറത്തുവിട്ടിരുന്നു. അതായത് കുറച്ച് ഒരു മാസങ്ങൾക്ക് മുമ്പ്. അതായത് ഈ വർഷത്തെ SLC പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് 30% മാർക്ക് നിർബന്ധമാക്കിയ തീരുമാനം. 30% തീരുമാനം ആക്കിയ നിർബന്ധം. ഈ തീരുമാനത്തെയാണ് ഇപ്പോഴും തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതിൽ പ്രത്യേകിച്ച് കാര്യമായുള്ള മാറ്റം വന്നിട്ടില്ല. അതായത് ഈ തീരുമാനം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്കിന് ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യില്ല. അതേസമയം ചില വിദ്യാർത്ഥികൾക്ക് ഇത് ഗുണം ചെയ്യുന്നവരാണ്. ഇപ്പം നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഗുണം ചെയ്യുന്ന തീരുമാനമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അതിന് കാരണമായിട്ട് നമ്മൾ എടുത്തു കാണിക്കുന്നതാണ് പഠിക്കുന്ന കുട്ടികൾ ജയിക്കട്ടെ എന്നാണ് എന്ത് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ തീരുമാനത്തിന് പിന്നാലെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ ജയിക്കട്ടെ എന്നൊരു തീരുമാനമാണ് എല്ലാവരും പൊതുവായുള്ളൊരു അഭിപ്രായമായിട്ട് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും. അത് പൊതുവായുള്ള ഒരു സംസാര വിഷയം. അതായത് SLC ജയിക്കാൻ 30% മാർക്ക് നിർബന്ധമാക്കിയത് പഠിക്കുന്ന കുട്ടികൾ ജയിക്കട്ടെ, വെറുതെ A+ സമ്പ്രദായം, വെറുതെ A+ ഇട്ട് കൊടുക്കുന്നത് മതിയാക്ക്, വെറുതെ ജയിപ്പിക്കുന്നത് മതിയാക്ക്, അതേസമയം പഠിക്കുന്ന കുട്ടികൾ ജയിക്കട്ടെ എന്നൊരു കോൺസെപ്റ്റാണ്. ഒരു കണക്കിന് തന്നെ പറയുവാണെങ്കിൽ ഇതൊരു നല്ല തീരുമാനത്തിനാണ്. ഈ തീരുമാനം വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളത് ചോദ്യം. നിങ്ങൾക്കിത് ഗുണം ചെയ്യും. അപ്പോൾ പല വിദ്യാർത്ഥികൾ ഓർക്കും വിദ്യാർത്ഥികൾക്ക് ഇത് പാരയായിട്ടേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് മിനിമം മാർക്ക് എഴുതിയെടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് 24 മാർക്കും, ഒന്നുകൂടെ കൃത്യമായിട്ട് എഴുതി കാണിക്കാം, 80 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 24, അതേസമയം 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മാർക്കും നിങ്ങൾ റിട്ടൺ എക്സാമിൽ എഴുതിയെടുത്താൽ മാത്രമാണ് നിങ്ങൾ പാസ്സാകുക. അപ്പോൾ ഈ തീരുമാനം എങ്ങനെയാണ് സാറേ ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്? ഞങ്ങൾക്കിത് പാരയല്ല, ഇത്രയും മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണ്ടേ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളോട് എനിക്ക് ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ. കാരണം നിങ്ങൾ SLCയും +2 ഒക്കെ നിങ്ങളുണ്ടല്ലോ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് SLC നിങ്ങൾ വെറുതെ ജയിച്ചു പോയത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് SLC നിങ്ങൾക്ക് CE മാർക്ക് കൊണ്ട് ജയിക്കാൻ പറ്റും. അത് മുന്നേ തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തീരുമാനം പിൻവലിച്ചിരിക്കുകയാണത്. SLC CE മാർക്ക് കൊണ്ട് ജയിക്കാൻ പറ്റില്ല, നിങ്ങൾ മിനിമം മാർക്ക് എഴുതിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ പ്രശ്നം അഭിമുഖീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏതാണ്ട് അടുത്ത വർഷം +1ലേക്ക് ചെല്ലുമ്പോൾ ഈ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായ ഒരു പ്രശ്നം വരുന്നത്. +2ൽ എന്ത് ചെയ്യണം? മിനിമം മാർക്ക് വേണം ജയിക്കാൻ. അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24, 40 മാർക്കിൻ്റെ എക്സാം ഇല്ല, 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24, 80 മാർക്കിൻ്റെ എക്സാമിൽ 24, 60 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 16 മാർക്കും, ഈ 2 കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ജയിക്കാൻ വേണം. 80 മാർക്കിൻ്റെ എക്സാമിൽ 24, 60 മാർക്കിൻ്റെ എക്സാമിൽ 16 മാർക്കും കിട്ടുന്നൊരു വിദ്യാർത്ഥിയാണ് +1 +2വിലെ ഓരോ വിഷയങ്ങളും പാസ്സാകുന്നത്. ഇപ്പോൾ നിങ്ങളെ CE മാർക്ക് ജയിക്കാൻ ഹെൽപ്പ് ചെയ്താലും അവിടെ നിങ്ങൾക്ക് ഈ CE മാർക്ക് ജയിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു കണക്കിന് ഈ തീരുമാനം നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നിങ്ങൾക്കതൊരു പ്രാക്ടീസ് ആവും ഇപ്പോൾ തന്നെ. അതായത് നിങ്ങൾക്കൊരു പഠിക്കണമെന്നൊരു ചിന്ത നിങ്ങൾക്ക്, അതായത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷമൊക്കെ റിസൾട്ട് വരുമ്പോൾ 40 A+, 50 A+, 2022 2021 എത്രയാ, 1,21,000 A+ വാരിക്കോരി വിദ്യാർത്ഥികൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണ്, ഇങ്ങനെ A+ ഇട്ട് കൊടുക്കുകയാണ്. A+ പറഞ്ഞ അർഹത, ഈ A+ കിട്ടുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അർഹതയുള്ള വിദ്യാർത്ഥികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് അർഹതയില്ലാത്ത വിദ്യാർത്ഥികൾക്കും A+ ലഭ്യമാകുന്നുണ്ട്. പിന്നെ അതേസമയം വെറുതെ ജയിപ്പിച്ച് വിടുന്നൊരു കോൺസെപ്റ്റ് SLCയിൽ എന്താണ്, ഞാനിപ്പോൾ ഇപ്പോഴും പറയുകയാണ്, 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി 12 മാർക്ക് വേണം.
10 മാർക്ക് ആ വിദ്യാർത്ഥിക്ക് CA മാർക്കുണ്ട്. പിന്നെ ആ വിദ്യാർത്ഥിക്ക് 2 മാർക്ക് മാത്രമാണ് എഴുതിയെടുക്കേണ്ടി വരുന്നത്. അതേസമയം 80 മാർക്കിൻ്റെ എക്സാമിൽ വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടത് 24 മാർക്ക്. 20 മാർക്ക് ആ വിദ്യാർത്ഥിക്ക് CA മാർക്ക് ലഭിക്കും. പിന്നെ ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ട പ്രശ്നം എന്ന് പറയുന്നത് വെറും എത്രയാണ്? 4 മാർക്കാണ് ഒരു വിദ്യാർത്ഥി പിന്നെ എഴുതിയെടുക്കേണ്ട അവസ്ഥ വരുന്നത്. ഈ 4 മാർക്ക്. ഈ 4 മാർക്കിൻ്റെയൊക്കെ വിദ്യാർത്ഥികൾ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ +1, +2ലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും. അതായത് നിങ്ങൾ SLC പഠിക്കാതെ ജയിച്ചു പോയി കഴിഞ്ഞാൽ +1 നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ +1ൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ +2ൽ നല്ല തോൽവി അഭിമുഖീകരിക്കേണ്ടത്. SLCക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തായിരിക്കും, SLCക്ക് ചിലപ്പോൾ നിങ്ങൾ എങ്ങനെയും ജയിച്ചു പോകുമായിരിക്കും. പക്ഷേ +2ൽ എന്ത് ചെയ്യില്ല, അങ്ങനെ ജയിപ്പിക്കില്ല. +2ൽ എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ ഈ തീരുമാനത്തെ നിങ്ങൾ അനുകൂലിക്കുകയും നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനത്തെ അനുകൂലിക്കണം എന്നല്ല പറഞ്ഞത്, പ്രതികൂലിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഞാൻ അനുകൂലിക്കണം ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ മിനിമം മാർക്ക് 30 മാർക്ക് വേണമെന്നുള്ള സിസ്റ്റത്തെ അനുകൂലിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ പ്രതികൂലിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് വ്യക്തി താല്പര്യത്തിനുള്ള അവകാശം ഓരോരുത്തർക്കും ഭരണഘടന നൽകുന്നതാണ്. അത് ഹനിക്കാൻ എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇത് അതിനെ അനുകൂലിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അനുകൂലിക്കാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ പോലും ഈ തീരുമാനം അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കൈക്കൊള്ളുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇത് +1 എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. +1ൽ ഇതേ സിസ്റ്റമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവും. അതേസമയം SLC നിങ്ങൾ വെറുതെ ജയിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, +1ൽ +2ൽ എത്തുമ്പോൾ നിങ്ങൾ വളരെ പിന്നോട്ട് പോകും. നിങ്ങൾ തോൽക്കുന്ന ഒരു സാഹചര്യം വരും. നിങ്ങൾ സപ്ലി അടിച്ച് സപ്ലിയുടെ മേൽ സപ്ലി ആയിട്ട് നിങ്ങൾ കിടക്കുന്നൊരു പ്രശ്നം വരും. അതായത് SLC എന്ത് ചെയ്തു, അപ്പോൾ ഇപ്പോൾ SLC കഴിഞ്ഞ് പോകുന്ന പല വിദ്യാർത്ഥികൾക്കുമുള്ളൊരു ഏറ്റവും കൂടുതൽ ധാരണ എന്ന് പറയുന്നത് എന്താണ്, SLC ജയിച്ച പോലെ +2 ജയിക്കും. SLC ജയിച്ച പോലെ ഞാൻ എന്ത് ചെയ്യും, +2 ജയിക്കും. പക്ഷേ +2 അങ്ങനെ ജയിക്കുകയില്ല. ഇപ്പോൾ +2 അങ്ങനെ ജയിക്കില്ല. SLC ജയിക്കുന്ന പോലെ +2 ജയിക്കില്ല. SLCയിൽ എന്തുണ്ട്, നിങ്ങൾക്ക് CE മാർക്ക് ജയിക്കാൻ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റ് മുൻ വർഷങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ +2ൽ പണ്ട് മുതലേ ഉള്ളൊരു തീരുമാനമാണ്, CE മാർക്ക് വിദ്യാർത്ഥികളുടെ ഗ്രേഡ് നിലവാരം കൂട്ടാനേ സഹായിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ജയിക്കാൻ CE മാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. അതേ തീരുമാനമാണ് ഇപ്പോൾ +2 നടപ്പാക്കിയത്. ഈ തീരുമാനം വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണെന്ന് വെച്ചാൽ ഒരു കണക്കിന് തിരിച്ചടിയാണ്. കാരണം ഇത് എന്താണ്, അത്യാവശ്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും നല്ല അതായത് പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാകും, അത് ഉറപ്പാണ്. എന്നാൽ പോലും നല്ലൊരു തീരുമാനം കൂടിയാണ് താനും. അതേസമയം ഇതേ സമയം ഒരു കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുണം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്, ഈ തീരുമാനം ഗുണം ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട്. അത് ആർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നതെന്നും ആർക്കൊക്കെയാണ് ഗുണം ചെയ്യാത്തതെന്നും അത് അവനവന് തന്നെ വിദ്യാർത്ഥികൾക്ക് അത് അറിയാവുന്നതുമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് മെയിനായിട്ട് തന്നെ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങളൊന്ന് കയറി ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ ഗുണം വേറെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പറ്റും. ദയവ് ഇത് കോൾ ചെയ്യരുത്. കാരണം ഒരുപാട് പേര് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടും. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് മറുപടി തരുന്നതായിരിക്കും. ദയവ് ഇത് കോൾ ചെയ്യരുതെന്ന് അപേക്ഷിക്കണം. കാരണം കോൾ ചെയ്താൽ അത് ബുദ്ധിമുട്ടാവും. നമുക്ക് ഒരുപാട് കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് കാണുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് അങ്ങനെ വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് +1 ആണ്, അടുത്ത വർഷം നിങ്ങൾ +1 ആണ്. പിന്നെ SLC റിസൾട്ടുമായി ബന്ധപ്പെട്ട അറിയിപ്പ്, SLCയുടെ മോഡൽ എക്സാം, പിന്നെ പബ്ലിക് എക്സാം, അതിൻ്റെ ബന്ധപ്പെട്ട ആൻസർ കീകൾ, അത് കഴിഞ്ഞ് SLCയുടെ റിസൾട്ട്, പിന്നെ +1 അലോട്ട്മെൻറ്റ്, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ഇനി +1 +2 കാലത്തെ ആയാലും +1 റിസൾട്ട്, +2 റിസൾട്ട്, ഇമ്പ്രൂവ്മെൻറ്റ്, എക്സാം എല്ലാം നിങ്ങൾക്ക് ഈ അറിയിപ്പ് ചാനലിലൂടെ ലഭിക്കും. നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എന്ത് ചെയ്യണം, വിദ്യാർത്ഥികൾ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു കാണുന്നവരെ എന്ത് ചെയ്യാം, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോക്, ദ കരിയർ ഗൈഡ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.